ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ കണ്ടിട്ട് കുറച്ച് ദിവസങ്ങളായല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരെയും എനിക്ക് ഒരുപാട് മിസ് ചെയ്തു. കുറച്ച് തിരക്കുകളായിപ്പോയി. മാത്രമല്ല എനിക്ക് കുറച്ച് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഗ്യാപ്പ് വന്നത്. അപ്പോൾ എനിക്ക് ഒരുപാട് ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ചു, എൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ സ്ട്രെങ്ത് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തൊക്കെയാണോ വേണ്ടത് അത് ഈ സമയം മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. കാരണം ഇവിടെ നിങ്ങൾക്ക് പലതരത്തിലും ബ്ലോക്ക് ഉണ്ടാകാൻ കാരണം നിങ്ങളുടെ മനസ്സാണ്. നമ്മളുടെ മനസ്സാണ് പലതരത്തിൽ ചിന്തിച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ചിന്തിച്ച് നമുക്ക് വരുന്ന ആ ഒരു പോസിറ്റിവിറ്റിയെ എല്ലാം തന്നെ ബ്ലോക്ക് ചെയ്ത് കളയുന്നത്. അപ്പോൾ നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇവിടെ ഈ ഒരു സമയം ചിന്തിക്കേണ്ടതില്ല എന്നുള്ളതാണ്. കാരണം എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ്സ് വന്നെങ്കിൽ അതിനെ പൂർണ്ണമായും മാറ്റിക്കളയാനുള്ള അത്രയും കഴിവും ആ ഒരു ധൈര്യവും ഒക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടെന്നുള്ളതാണ്. കാരണം ഇതിൽ ഒരു കൊച്ചുകുട്ടിയെ പോലെ ഒരു സ്ത്രീയുടെ അടുത്ത് ഒരു സിംഹം ഇരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അവർ പറയുന്നതെല്ലാം അനുസരിക്കുന്ന പാകത്തിന് ഒരു മനസ്സോടു കൂടിയിരിക്കുന്ന ഒരു സിംഹത്തെയാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു സിംഹം എന്ന് പറയുന്നത് അത് സിംബലൈസ് ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സിനെയാണ്. അപ്പോൾ ഈ ഒരു മനസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആഗ്രഹിക്കുന്നതൊക്കെയും നമ്മളിലേക്ക് വരുമെന്നുള്ളതാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ നെഗറ്റീവായിട്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മളിലേക്ക് വരുന്ന ഭാഗ്യത്തെ നമ്മൾ ബ്ലോക്ക് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിവിടെ നന്നായിട്ട് പ്രാർത്ഥിക്കുക, മെഡിറ്റേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ സ്ട്രെങ്ത് തിരിച്ചറിയണം എന്നുള്ളതാണ്. നമ്മുടെ ശക്തി എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഈ ഒരു കാർഡ് പറയുന്നത് നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ശക്തിയെ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ ഉള്ളിലെ ആ ഒരു ശക്തിയെ തിരിച്ചറിഞ്ഞ് അതിനെ ഉണർത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അങ്ങനെ തിരിച്ചറിയാനാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താണ് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യണം, കൃത്യമായിട്ടുള്ള പ്രാർത്ഥനകൾ ചെയ്യണം, അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മുടെ മുന്നിൽ എന്തു പ്രശ്നങ്ങൾ വന്നാലും അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. വരുന്ന പ്രശ്നങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നുള്ളത് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യാനൊക്കെ ഒന്ന് ശ്രമിക്കുക. പിന്നെ ഇവിടെ 6 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ നിങ്ങൾ പാസ്റ്റിലായിരുന്ന ആ ഒരു അവസ്ഥയിലേക്ക് തിരിച്ചു പോകുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. കുറേ കാലത്തിന് ശേഷം നിങ്ങൾക്കൊരു സമാധാനവും സന്തോഷവും ഒക്കെ ഈ ഒരു സമയം ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് ചിലപ്പോൾ നിങ്ങൾ ജനിച്ചു വളർന്ന സ്ഥലത്തേക്കോ അവിടേക്കൊക്കെ ഒന്ന് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളെ കാണണമെന്ന് ആഗ്രഹിക്കുന്നതുമാകാം. അതുപോലെ തന്നെ പാസ്റ്റിൽ നിങ്ങൾ താമസിച്ച ആ ഒരു സ്ഥലത്തേക്കോ നിങ്ങൾ ജോലി ചെയ്തിരുന്ന ആ ഒരു സ്ഥലത്തേക്കോ അവിടേക്കൊക്കെ നിങ്ങൾ പോകുന്നതുമായിരിക്കാം. അപ്പോൾ പാസ്റ്റിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഏതെങ്കിലും വ്യക്തികളുടെ ഓർമ്മകൾ വരുന്നതുമാകാം ഇത്. അപ്പോൾ ശരിക്കും ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഫീലിങ്സ് ഈ ഒരു സമയം നിങ്ങൾക്ക് വരുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇത്
ചില ആൾക്കാർക്ക് തിരിച്ചു കിട്ടില്ല എന്ന് വിചാരിച്ച എന്തൊക്കെയോ കാര്യങ്ങൾ, അത് ചിലപ്പോൾ വ്യക്തികളാവാം, അല്ലെങ്കിൽ ജോലിയാകാം, അതൊക്കെ നിങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു പ്രതീക്ഷയുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ വേൾഡ് കാർഡാണ്. ഇതിൽ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ലക്ഷ്യം അത് പൂർത്തിയാക്കാൻ ഈ സമയം നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങൾക്ക് വലിയൊരു സക്സസ് ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല, നിങ്ങൾ അർഹിക്കുന്ന അംഗീകാരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണോ ചെയ്തത് അതിനുള്ള ഫലം നിങ്ങൾക്ക് കിട്ടുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഒരു സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ആ ഒരു സാഹചര്യം അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു ലൈഫ് സൈക്കിൾ പൂർത്തിയാക്കി നിങ്ങൾ അടുത്തൊരു സൈക്കിളിലേക്ക് കടക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇതിൽ ഒരുപാട് യാത്രകൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ സമയം നിങ്ങളൊരു യാത്ര പോകുന്ന എനർജിയാണ്, അല്ലെങ്കിൽ ഒരു യാത്രയ്ക്ക് വേണ്ടി നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതുമാകാം. തീർച്ചയായിട്ടും ഒരു സ്പിരിച്വൽ പ്രൊട്ടക്ഷനൊക്കെ നിങ്ങൾക്കുണ്ട്. അപ്പോൾ സ്പിരിച്വലി നിങ്ങൾ എന്താകാനാണോ ആഗ്രഹിക്കുന്നത് അതായി തീരാനുള്ള, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പും യൂണിവേഴ്സ് നിങ്ങൾക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യവും നടത്തിയെടുക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ വേൾഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ഒന്ന് ഫുൾഫില്ല് ചെയ്യുന്ന അവസ്ഥയാണ്. അതായത് ഒരു വീട് വയ്ക്കാനും, നിങ്ങളുടെ പ്രണയം സാക്ഷാത്കരിക്കാനും, നല്ലൊരു ജോലി ലഭിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വന്നെത്തുമെന്നുള്ളതാണ്. അപ്പോൾ അതിലുപരി ഈ ഒരു സമയം നിങ്ങൾക്ക് തീർച്ചയായിട്ടും സമാധാനത്തോടെ ഇരിക്കാൻ സാധിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകുമെന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെയും അതെന്താണെങ്കിലും ഈ ഒരു സമയം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ്. കാരണം നിങ്ങളുടെ ഒരു കാലഘട്ടം പൂർത്തിയാകുന്ന ഒരു സമയമാണ്. ഒരുപാട് കാലം കൊണ്ട് നിങ്ങൾ പരിശ്രമിച്ചിരുന്ന എന്തോ ഒരു കാര്യത്തിന് ഇവിടെ നിങ്ങൾക്ക് ഫലം കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു കംപ്ലീഷനാണ്. അതായത് ഈ ഒരു വേൾഡ് കാർഡ് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത ആ ഒരു കാര്യം അത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നു എന്നാണ്. അപ്പോൾ അതിൽ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഇരിക്കുക. അപ്പോൾ ഈ സമയം നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വിട്ടുകളഞ്ഞ് പൂർണ്ണതയിൽ എത്തേണ്ട ഒരു സമയമാണ്. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ വേറെ ഏതോ ഒരു രാജ്യത്തേക്കൊക്കെ പോകുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 6 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. ഇതിൽ നിങ്ങളുടെ മുന്നിൽ എന്തെങ്കിലും ഒരു സഹായത്തിന് വേണ്ടിയിട്ടാണ് ആരെങ്കിലും വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന സഹായം ഈ ഒരു സമയം നിങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവരെ നിങ്ങൾ സഹായിക്കുക. കാരണം ഇതിലൊരു കർമ്മയുണ്ട്. അപ്പോൾ ഈ സമയം നിങ്ങളുടെ മുന്നിൽ സഹായത്തിന് വരുന്ന ആളിനെ നിങ്ങൾക്ക് സഹായിക്കേണ്ട ഒരു കടമയുണ്ട് എന്നുള്ളതാണ്. അത് ക്യാഷ് കൊടുത്ത് സഹായിക്കേണ്ട കാര്യമായിരിക്കില്ല, അത് ഏത് തരത്തിലുമാകാം. അപ്പോൾ അത് നിങ്ങൾ ഒഴിവാക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ മുന്നിൽ ആരെങ്കിലും ഒരു സഹായത്തിന് വന്നാൽ നിങ്ങൾ ആ ഒരു ആൾക്ക് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഒരു സഹായം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം ലഭിച്ചാൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ബുദ്ധി അനുസരിച്ച് ആ ഒരു സാഹചര്യം അനുസരിച്ച് മാത്രം നിങ്ങൾ അത് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതൊരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആണ്. ചിലപ്പോൾ ഇത് ഈ ഒരു സമയം നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു സഹായം ലഭിക്കുന്നതുമാകാം. ചിലപ്പോൾ പൈസക്കൊക്കെ ബുദ്ധിമുട്ടിയിരിക്കുന്ന ആളുകൾക്ക് അത്തരത്തിലാകാം. അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഗൈഡൻസിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് അത്തരത്തിലാകാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി അവിടെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ മറ്റേതെങ്കിലും ഒരു വ്യക്തിയുടെ സഹായം നിങ്ങൾക്ക് ലഭിക്കുന്നതുമാകാം. അല്ലെങ്കിൽ ഏത് വഴിയാണോ നിങ്ങൾക്കൊരു സഹായം വേണ്ടിയത് അത്തരത്തിലൊരു സഹായം ഈ സമയം നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ ഏറ്റവും വിശ്വസിക്കുന്ന ആ ഒരു ദൈവത്തിൻ്റെ പ്രസൻസ് തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾക്ക് തോന്നുമെന്നുള്ളതാണ്. കാരണം ഡിവൈനിൽ നിന്നും ഒരു ഗൈഡൻസ് വേണം എന്നൊക്കെ ആഗ്രഹിച്ചവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയം പോലും നിങ്ങൾക്കതൊന്നും ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സമയം നിങ്ങൾക്കൊരു ഗൈഡൻസ് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്.
അപ്പോൾ നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു എനർജിയും ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 10 ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. ഇവിടെ നിങ്ങൾ ഒരു ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു എനർജിയാണ് കാണാൻ കഴിയുന്നത്. നിങ്ങൾ പ്രതീക്ഷയോടെ കൂടുതൽ അധ്വാനിച്ചു തുടങ്ങുന്നു എന്നാണ്. ഇതിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. പക്ഷേ അതിവിടെ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യണം എന്നൊരു ചിന്തയിലാകാം നിങ്ങൾ. മറ്റുള്ളവർക്ക് നിങ്ങൾ ഡിവൈഡ് ചെയ്ത് ഒന്നും തന്നെ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ കൊടുക്കുന്നു, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചുമലിലേറ്റി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ ഫാമിലിയിലെ ഫുൾ ഉത്തരവാദിത്വവും ചിലപ്പോൾ നിങ്ങൾക്ക് മാത്രമായിരിക്കാം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ മാത്രമായിരിക്കാം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അതിൽ വളരെ സന്തോഷം കണ്ടെത്തുന്നുമുണ്ടാകാം. എന്നാൽ ഇവിടെ നിങ്ങളോട് ഡിവൈൻ പറയുന്നത് നിങ്ങൾ അമിതമായ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളതാണ്. വിട്ടുകൊടുക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ വിട്ടുകൊടുക്കാനൊന്ന് ശ്രമിക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾ ഒറ്റയ്ക്ക് ശ്രമിക്കേണ്ട ഒരു കാര്യവും ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ കൂടെയുള്ളവർ ചെയ്യേണ്ട കാര്യങ്ങളും കൂടി നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അത് അവർക്ക് കൂടി വിട്ടുകൊടുക്കുക. ഒരു ടീമായിട്ട് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ട ഒരു ആവശ്യവും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു മെസ്സേജാണ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്നത്. അതുപോലെ തന്നെ ഈ സമയം നിങ്ങളൊന്ന് റെസ്റ്റ് എടുക്കുന്നതൊക്കെ വളരെ നല്ലതായിരിക്കും എന്നൊരു മെസ്സേജ് കൂടി നിങ്ങൾക്ക് നൽകുന്നുണ്ട്. പിന്നെ ഇവിടെ കിങ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് അബൻഡൻസ് വരുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ സക്സസ്ഫുള്ളായിട്ട് ജീവിക്കേണ്ട ആൾക്കാരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാകേണ്ട ഒരു സമയമാണിത്. അല്ലാതെ ഈ ഒരു നഷ്ടബോധത്തിലും, അതായത് ഇവിടെ 4 ഓഫ് കപ്സും അതുപോലെ തന്നെ 5 ഓഫ് പെൻറ്റക്കിൾസും ഒക്കെ ഉണ്ട്. അത്തരത്തിലുള്ള അതായത് നഷ്ടബോധത്തിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഈ ഒരു നഷ്ടബോധത്തിലും ഒക്കെ നിങ്ങൾ ഇരിക്കാതെ, അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ഫോക്കസ് ചെയ്യുകയും ഒന്നും ചെയ്യേണ്ട ആൾക്കാരല്ല. നിങ്ങൾ മറ്റുള്ളവർക്കും കൂടി വെളിച്ചം പകരേണ്ട ആൾക്കാരാണ് എന്നുള്ളതാണ്. അങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തിരുന്ന കാര്യത്തിനുള്ള ഫലം നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ബിസിനസ്സാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടാൻ തുടങ്ങി എന്നാണ് കാണാൻ കഴിയുന്നത്. പിന്നെ നിങ്ങൾ കുറച്ചുകൂടി അത് എസ്റ്റാബ്ലിഷ്ഡ് ആക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ കുറേ ആൾക്കാർ ഇവിടെ ഒരു യാത്രയൊക്കെ പോകുന്ന എനർജി കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കിങ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് ഒരു സ്റ്റെബിലിറ്റിയുടെ കാർഡാണ്. നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം ഫിനാൻസ് ആണ്. നമുക്ക് എന്ത് ചെയ്യണം എന്നുണ്ടെങ്കിലും പൈസ വേണം. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് വരുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങൾക്ക് വേണ്ടതെല്ലാം സ്വന്തമായിട്ട് നേടിയെടുക്കാനുള്ളൊരു സാഹചര്യത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് സെൽഫായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്, അതിന് വേണ്ടിയിട്ട് നിങ്ങളിവിടെ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്തിരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രഗിളൊക്കെ മാറി നിങ്ങളിവിടെ ഇൻഡിപെൻഡൻ്റ് ആകുന്നു എന്നാണ്. കുറേ ആൾക്കാർക്കും നിങ്ങളുടെ ബാധ്യതകളൊക്കെ മാറുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ മെറ്റീരിയൽ ലൈഫിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ വേണം എന്നുള്ള കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ പ്രൗഢിയോടുകൂടി നിൽക്കാൻ പറ്റുന്ന ഒരു സമയമാണിത്. ആത്മവിശ്വാസത്തോടു കൂടി നിൽക്കാൻ ഇവിടെ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു വീടിൻ്റെ എനർജി കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വീട് വാങ്ങുവാനോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു വീടിൻ്റെ പ്ലാൻ വരയ്ക്കാനോ അങ്ങനെയൊക്കെ ഈ ഒരു സമയം നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. ചിലപ്പോൾ വീട് പണിയൊക്കെ പകുതി വഴിക്ക് ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ ഈ ഒരു സമയം നിങ്ങൾക്ക് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സാമ്പത്തികപരമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ ഇവിടെ മാറി തുടങ്ങുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. ഇവിടെ 5 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ് പിന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എന്തോ ഒരു കാര്യം മിസ്സിംഗ് ആണെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജിയാണ്. ഇതിലൊരു നഷ്ടബോധത്തിലൊക്കെ ഇരിക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ആൾക്കാർക്ക്
തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഗൈഡൻസ് കിട്ടുന്നു എന്നാണ് കാണുന്നത്. നമ്മൾ ഇല്ലാത്ത കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക, അല്ലെങ്കിൽ പാസ്റ്റിൽ നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളൊന്നും തന്നെ നമ്മളുടേതായിരുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയുക. നിങ്ങളിനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത് എന്നാണ്. കാരണം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും വിധം ഒരു ഗൈഡൻസ് തീർച്ചയായിട്ടും കിട്ടുന്നു എന്നാണ്. അപ്പോൾ ഈ ഒരു നഷ്ടബോധത്തിലും, അല്ലെങ്കിൽ ഒരുപക്ഷെ പൈസ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവാം, ആ ഒരു സാഹചര്യങ്ങളെല്ലാം ഇവിടെ അവസാനിക്കുന്നു എന്നാണ് ഈ ഒരു കിങ് ഓഫ് പെന്റക്കിൾസ് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ലഭിക്കുന്ന കാര്യങ്ങൾ ഈ ഒരു സമയം എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ 8 ഓഫ് പെന്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഹാർഡ് വർക്കാണ്. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാത്ത ആൾക്കാർ ഈ ഒരു സമയം നിങ്ങൾ കുറച്ചുകൂടി ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണോ പൂർത്തിയാക്കാതെ വെച്ചിട്ടുള്ളത്, അത് പലതരത്തിലുള്ള കാര്യങ്ങളുണ്ടാവാം. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അത് പകുതി വഴിക്ക് നിർത്തിയിട്ടുണ്ടാവാം. അങ്ങനെയുള്ള ആൾക്കാർ പൂർത്തീകരിക്കാത്ത കർമ്മങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ പൂർത്തീകരിക്കണം എന്നുള്ളതാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. മാത്രമല്ല ഇതിൽ കുറേയധികം ആളുകളും ബിസി ആയിരിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സന്തോഷമായിട്ടും സമാധാനമായിട്ടും ഒക്കെ ഇരുന്ന് നിങ്ങൾ ചെയ്യേണ്ട ജോലികൾ ചെയ്തു തീർക്കുവാൻ ഈ ഒരു സമയം നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇതിൽ നിങ്ങൾ കുറേ കാലമായി എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങളത് പഠിക്കാൻ പോകുന്നതുമാകാം. അപ്പോൾ അത്തരത്തിലൊരു എനർജിയും ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ഏസ് ഓഫ് പെന്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഒരുപാട് കാലം കൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യം അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ വളരെ വലിയ പ്രതീക്ഷ നൽകുന്ന ചില കാര്യങ്ങൾ ഈ ഒരു സമയം തുടങ്ങി വയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും പുതിയ തുടക്കമാണ്. പുതിയ ചില അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വരുന്നുണ്ട്. നിങ്ങൾ എത്തേണ്ടുന്ന ആ ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് തന്നെ പറയാം. അപ്പോൾ ഇതിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം സ്വന്തമാക്കുന്ന ഒരു എനർജിയുമുണ്ട്. ഇത് ചിലപ്പോൾ നിങ്ങൾ പുതിയൊരു വാഹനം വാങ്ങുന്നതാകാം, വീട് വാങ്ങുന്നതാകാം, പുതിയ ഫോൺ വാങ്ങുന്നതാകാം, ചിലർ പുതിയ ബിസിനസ് തുടങ്ങുന്നതാകാം. അപ്പോൾ സാമ്പത്തികം നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നതിൻ്റെ ഒരു തുടക്കമാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ പുതിയ കാര്യങ്ങൾ ചെയ്ത് അതിൽ നിന്നും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാകും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഇവിടെ 8 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇതിൽ ഒരു ട്രാപ്പിലൊക്കെ പെട്ടുപോയ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറികടക്കാൻ പറ്റാത്ത എന്തോ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ പെട്ടുപോയിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ തീർച്ചയായിട്ടും മറികടക്കാനുള്ളൊരു ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സാഹചര്യം അതിനുവേണ്ടി ഒരുങ്ങുന്നതുമാകാം. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണിത്. അതായത് നിങ്ങൾക്ക് കോൺഫിഡൻസോടുകൂടി പോകേണ്ട ഒരു സമയമാണെന്നുള്ളൊരു തിരിച്ചറിവ് ഈ സമയം നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെയാണ് ഈ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതും. അപ്പോൾ നിങ്ങളുടെ തന്നെ എന്തോ ഒരു മിസ്റ്റേക്ക് കൊണ്ടാണ് നിങ്ങളിങ്ങനെ ട്രാപ്പിൽ പെട്ടുപോയത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളതിൽ നിന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കുറേ പ്രയത്നിച്ചിട്ടുണ്ടായിരിക്കാം. കുറേ ആൾക്കാർക്കിത് റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടതാകാം. നിങ്ങൾക്കതിൽ നിന്ന് പുറത്തിറങ്ങാൻ ഒരുപക്ഷെ സാധിക്കുന്നില്ലായിരിക്കാം. എന്നാൽ ഈ സമയം നിങ്ങളത് തിരിച്ചറിഞ്ഞ് ഇവിടെ പുറത്തിറങ്ങുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ഇത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടായിരിക്കാം. അതിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ബ്ലെസ്സിങ്സ് കൂടി വരുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പിതൃക്കൾ നിങ്ങൾക്കൊരു ഗൈഡൻസ് തരുന്നതുമാകാം. അപ്പോൾ നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച ഒരു കാര്യം അത് വിട്ട് നിങ്ങൾ പുറത്തിറങ്ങുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 4 ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. ഇതിൽ ഒരുപാട് സന്തോഷവും ആഘോഷവും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു സമയം. ഈ സമയം നിങ്ങൾ എന്തെങ്കിലും ആഘോഷങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കാം. മാത്രമല്ല നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ ബന്ധങ്ങളിലും വളരെ വലിയ സമാധാനം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. കുറേയധികം ആളുകളും ഇതിൽ നിങ്ങൾ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുത്ത് സന്തോഷം പങ്കിടുന്നൊരു എനർജിയാണ്. ഒരുപക്ഷെ അതൊരു വിവാഹമാകാം, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ബർത്ത്ഡേ
ഫങ്ഷൻ ആകാം, അല്ലെങ്കിൽ ഹൗസ് വാമിംഗ് ആകാം. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊപ്പം ഒക്കെ ഒരുപാട് സന്തോഷങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. മാത്രമല്ല ഇതിൽ ഒരു വീടിൻ്റെ എനർജി തന്നെ കാണുന്നുണ്ട്. അപ്പോൾ ഇത് കൂടുതൽ ആൾക്കാർക്കും നിങ്ങൾ വീട് വെക്കുന്നതാകാം. ഇതിലൊരു വീടിൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ ഒരു വീട് വെക്കുന്നതുമായിരിക്കാം, ചിലപ്പോൾ നിങ്ങളൊരു വിവാഹം കഴിക്കുന്നതുമായിരിക്കാം. അപ്പോൾ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച എന്തൊക്കെയോ കാര്യങ്ങൾ അത് സക്സസ്ഫുൾ ആയിട്ട് നടക്കുന്നതിൻ്റെ ഒരു സന്തോഷം ഈ ഒരു സമയം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ പേജ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ആരെയോ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു പുതിയ പ്രണയം തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു ആളിൽ നിന്ന് ഒരു മെസ്സേജോ ഒരു കോളോ ഒക്കെ നിങ്ങളിലേക്ക് വരുന്നതാകാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആരോടെങ്കിലും ഒരു പുതിയ പ്രണയം ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ നിങ്ങളിവിടെ കാത്തിരിക്കുന്നു എന്നാണ്. അത്തരത്തിലൊരു എനർജി നിങ്ങളിൽ ചില ആൾക്കാർക്കുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ അത്തരത്തിൽ വളരെ ഇഷ്ടത്തോടു കൂടി ഒരാളെ ഇവിടെ കാത്തിരിക്കുന്നു എന്നാണ്. ചിലപ്പോൾ ഇത് മറ്റൊരാൾ നിങ്ങളെ കാത്തിരിക്കുന്നതുമാകാം. നിങ്ങളെ ഒരുപാട് ഇഷ്ടത്തോടെ ഒരുപാട് പ്രണയത്തോടെ കാത്തിരിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അത് ഒരുപക്ഷെ നിങ്ങൾക്കറിയാമായിരിക്കാം ആ ഒരു വ്യക്തിയെ. അപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങൾക്കൊരു ഓഫറുമായിട്ട് തീർച്ചയായിട്ടും വരുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ആളിനോട് ആ ഒരു ഇഷ്ടം ഈ സമയം നിങ്ങൾക്ക് പറയണം എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നതുമാകാം. അപ്പോൾ ഇതൊരു പുതിയ തുടക്കമാണ്. നിങ്ങൾക്ക് ചില ആൾക്കാരുമായിട്ട് ഒരു കണക്ഷനൊക്കെ കൂടി വരുന്ന ഒരു സമയമാണ്. ഒരുപക്ഷെ ഈ ഒരു സമയം നിങ്ങളൊരു പ്രണയത്തിലാണെങ്കിൽ ആ പ്രണയത്തിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുമെന്നുള്ളതാണ്. മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു സ്നേഹവും പ്രണയവും ഒക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സൈക്കിക്കായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ശരിക്കും ഈ സമയം നിങ്ങളുടെ സൈക്കിക് എബിലിറ്റീസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും എന്നാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഇവിടെ 8 ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. ഇതിൽ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അത് വളരെ സ്പീഡായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സമയം ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. കുറേ ലാഗ് ഉണ്ടായിരുന്നുവെങ്കിൽ, കുറേ കാര്യങ്ങളിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് വളരെ സ്പീഡിൽ, അല്ലെങ്കിൽ ആ ഒരു കൺഫ്യൂഷനൊക്കെ മാറി നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ വളരെ സ്പീഡിൽ നടക്കും എന്നുള്ളതാണ്. വളരെ കോൺഫിഡൻസോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു എനർജി കാണുന്നുണ്ട്. നിങ്ങളെ ഫോളോ ചെയ്യാനും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും ഒക്കെ കുറേ ആൾക്കാരുണ്ടാകും. അപ്പോൾ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷനൊക്കെ എടുക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. മാത്രമല്ല ഒന്നിലധികം കാര്യങ്ങൾ ഈ ഒരു സമയം നിങ്ങൾക്ക് ചെയ്യേണ്ടി വരാം. ചിലപ്പോൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ കൂടി നിങ്ങൾ ഏറ്റെടുത്ത് ചിലപ്പോൾ നടത്തേണ്ടി വന്നേക്കാം. മാത്രമല്ല നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിരുന്ന 1-2 കാര്യങ്ങൾ ഈ സമയം നിങ്ങൾ ചെയ്തു തീർക്കേണ്ട ഒരു അവസ്ഥയും ഉണ്ടാകാം. അപ്പോൾ എന്തായാലും ഒരു വിജയമാണ്. മനസ്സിലൊരുപാട് സാറ്റിസ്ഫാക്ഷനൊക്കെ തോന്നും. എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റിയല്ലോ എന്നാലോചിച്ച് ഒരു സന്തോഷവും സാറ്റിസ്ഫാക്ഷനും ഒക്കെ നിങ്ങൾക്ക് തോന്നുമെന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ ഡെത്ത് കാർഡാണ്. ഇതിൽ കുറേ കാര്യങ്ങൾ എൻഡായി എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു സ്ട്രഗിളിങ് ഫേസ് അത് എൻഡായി, നിങ്ങളുടെ കർമ്മയൊക്കെ കുറേ റിലീസായി എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് വേണ്ടായിരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ പിടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ റിലീസാക്കി എന്നുള്ളതാണ്. നമുക്ക് ആവശ്യമില്ലാത്ത കുറേ കാര്യം നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെ വരുന്നത്. നമ്മൾ കുറേ ഭാരം ചുമന്ന് ഇങ്ങനെ മുന്നോട്ട് പോകാൻ നോക്കിയാൽ അതൊരിക്കലും നമുക്ക് നടക്കില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാതിരുന്ന സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു സമയം അതൊക്കെ അവസാനിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ മനസ്സിലാക്കുന്നു, ഇനി ഈ കർമ്മ ഞാൻ ചുമക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ ചില വ്യക്തികളെ ആയിരിക്കാം. അപ്പോൾ എന്താണെങ്കിൽ പോലും ഈ ഒരു സമയം അത് നിങ്ങൾ റിലീസ് ചെയ്യാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. ഇപ്പം മറ്റുള്ളവർ ചെയ്ത ആ ഒരു തെറ്റിൻ്റെ ഫലം ഞാൻ അനുഭവിക്കേണ്ട ആവശ്യമില്ല എന്നൊരു ദൃഢമായ തീരുമാനം നിങ്ങളിവിടെ എടുക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ സോളിൻ്റെ ചില മെസ്സേജസ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണിത്. ഒരു വലിയ ചേഞ്ച് വേണമെന്ന് നിങ്ങളുടെ സോള്
ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ സമയം ഒരു റീബേർത്തിൻ്റെ ഒരു സമയമാണ്. ഈ സമയം പുതിയൊരു തുടക്കമുണ്ട്. നിങ്ങളുടെ ഈ ഒരു ജന്മത്തിൽ തന്നെ നിങ്ങൾ പുതിയൊരു തുടക്കം തുടങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആവശ്യമില്ലാത്ത ചില വ്യക്തികളെയോ സാഹചര്യങ്ങളെയോ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ചുമന്നുകൊണ്ടിരുന്നുവെങ്കിൽ ഇനി ഇത് വേണ്ട എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. ശരിക്കും ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫർമേഷൻ ഉണ്ട്. മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സോളുമായിട്ട് ഒന്ന് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് കുറേ മെസ്സേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ കുറേ കണക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, സ്പിരിച്വൽ ഗൈഡൻസ് കിട്ടുന്നുണ്ട്. ചിലപ്പോൾ ഈ സമയം നിങ്ങൾ ഏതെങ്കിലും ഒരു സ്പിരിച്വൽ ഗൈഡൻസ് എടുക്കുന്നതുമാകാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വളരെ വലിയൊരു പരിവർത്തനം നടക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങളോട് ആരെങ്കിലും ചെയ്ത തെറ്റുകൾ ഓർത്ത് വീണ്ടും വീണ്ടും നിങ്ങൾ വേദനിച്ചുകൊണ്ടിരുന്നെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യവും ഇവിടെ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ 4 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. ഇതിൽ നമ്മുടെ പ്രശ്നങ്ങളിൽ മാത്രം കുരുങ്ങിയിരിക്കുന്ന ചില ആളുകളുടെ എനർജിയാണിത്. നമ്മളിലുണ്ടായ പ്രശ്നങ്ങൾ അതിൽ മാത്രം കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിൽ നിന്നും ഇറങ്ങാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. നമ്മൾ ഈ ഒരു സമയം സ്പിരിച്വൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യേണ്ട ഒരു സമയമാണ്. അപ്പോൾ നമുക്ക് നഷ്ടം വന്നതൊക്കെയും നമുക്കുള്ള അനുഗ്രഹങ്ങളിലേക്ക് എത്താൻ ദൈവം തന്നെ തന്നൊരു വഴിയാണ് എന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക. ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഈ ഒരു നിരാശയിലും നഷ്ടബോധത്തിലും ഒക്കെ ഇരിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നിൽ ദൈവം വെച്ച് നീട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു വേദനയിൽ നിന്നും പുറത്തിറങ്ങി ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്യുന്ന ആ ഒരു പരിപാടി നിർത്തി നിങ്ങളുടെ ചുറ്റുമൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, നിങ്ങൾക്ക് വേണ്ടതെല്ലാം തന്നെ നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക എന്നാണ് ഇവിടെ ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. പിന്നെ ഇവിടെ ചാരിയറ്റാണ്. അപ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ള ആ ഒരു വ്യക്തത തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള വഴി എന്താണ്, മുന്നോട്ട് നിങ്ങൾ ഏത് ദിശയിലേക്കാണ് പോകേണ്ടത്, അങ്ങനെ കൃത്യമായിട്ടുള്ള ആ ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിലേക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താണ് അത് നിങ്ങൾ മനസ്സിലാക്കി ആ ഒരു പ്ലാൻ അനുസരിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങളിവിടെ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ചില ആൾക്കാർക്കൊരു ട്രാവൽ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചാരിറ്റി എന്ന് പറയുന്നത് ഒരു മൂവ്മെൻ്റ് ആണ്, ഒരു വിക്ടറിയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഡിസിഷൻ എടുക്കുന്ന ഒരു സമയമാണ്. ചിലപ്പോൾ അത് ട്രാവലിനെ കുറിച്ചായിരിക്കാം. നിങ്ങളിവിടെ ട്രാവൽ ചെയ്യുന്ന കാര്യത്തെപ്പറ്റി ഓവർ തിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളത് ആഗ്രഹിച്ചൊരു സമയത്ത് ആ ഒരു ട്രാവൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടുള്ള ഒരു ഓവർ തിങ്കിങ് ആയിരിക്കാം. അപ്പോൾ ഒരു സ്ട്രഗിളിന് ശേഷം നിങ്ങൾക്കൊരു സക്സസ് വരുന്നൊരു സമയമാണിത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ കൺട്രോൾ അത് നിങ്ങൾ തീർച്ചയായിട്ടും തിരിച്ചു പിടിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളൊരു വ്യക്തത ഈ ഒരു സമയം നിങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താണെന്നൊക്കെ മനസ്സിലാക്കി ആ പ്ലാൻ അനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു എനർജി തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.